എനിക്ക് തോന്നുന്ന അടുത്ത കളി SRH ആയിട്ട് മിക്കവാറും തോക്കും. LSG ആയിട്ട് ജയിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ SRH ആയിട്ട് ചെപ്പോക്കിൽ ചെന്നൈ ജയിക്കുമെന്ന്. എവിടെ പാളിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവില് ഒരു കോമ്പിനേഷൻ നിലവില് ടീമിന് വരുന്നില്ല. നമ്മുടെ ചെന്നൈ ആൻഡ് മുംബൈ ഫാൻസിന്റെ വെടി തീർന്നിരിക്കുകയാണ്. ഈ കൃഷ് ഭഗത്തിന്റെ ഡൊമസ്റ്റിക് സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 10 കളി പോലും ഇല്ല, T20 മാച്ചസ് ഇല്ല. പുള്ളി അവിടെ ഏതൊരു മിനിസ്റ്ററുടെ റിലേറ്റീവ് ആണ്, ഒരു ബിസിനസ്സുകാരന്റെ മകനാണ്. RCB വിളിച്ചിരുന്ന 3 പ്ലേയേഴ്സ് ഹേസൽവുഡ്, ഭുവനേശ്വർ കുമാർ, റമേറി ഷെപ്പേർഡ് മുംബൈ ഇന്ത്യൻസിലാണ് കളിച്ചിരുന്നെങ്കിൽ നിതീഷ് റാണ ഇന്ന് ഇന്ത്യൻ ടീമിലെ ഒരു ടോപ്പ് പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട്. ശ്രേയസേനെ ക്യാപ്റ്റൻ ആക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് വന്നിരുന്നു. ഇപ്പൊ അതൊക്കെ തണുത്തു. ഇപ്പൊ ഒരു 13 പോയിന്റുള്ള പഞ്ചാബും 12 പോയിന്റുള്ള CSK തമ്മിൽ ഒറ്റ പോയിന്റ് വ്യത്യാസമുള്ളൂ. അതിങ്ങനെ വന്നത് ലീഗ് കോമ്പറ്റീഷൻ ആയ കാരണമല്ലോ, അല്ലാതെ നിങ്ങളുടെ വിജയം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ പ്ലേ ഓഫ് കിട്ടുന്ന ടീമും എന്താ പറയാ കപ്പടിക്കുന്ന ടീമൊക്കെ നിങ്ങളൊന്ന് പ്രൊഡിക്ട് ചെയ്യുക നമ്മുടെ കമന്റ് ബോക്സിൽ. അപ്പൊ വെൽക്കം ബാക്ക് ടു റോക്ക് ടു ടോക്ക്. അപ്പൊ നമ്മൾ ഇന്ന് IPL വിശേഷമായിട്ട് വീണ്ടും വന്നേക്കാണ്. അപ്പൊ നമ്മള് പ്രധാന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ മുംബൈ ആണ്. എല്ലാരും പ്രതീക്ഷയോടെ എന്താണ് കപ്പടിക്കാൻ വരെ ഉറപ്പിച്ച ടീമാണ്. പക്ഷെ ഇപ്പൊ 10ാം സ്ഥാനത്ത് 9ാം സ്ഥാനത്ത് നിക്കാണ്. അപ്പൊ ഏതാണ് തീരുമാനമായി, അതിന്റെ മേലേക്കൊന്നും പോകാൻ ചാൻസ് ഇല്ല. അപ്പൊ എന്താണ് മുംബൈക്ക് എന്ത് പറ്റി? തുടങ്ങൂ. മുംബൈക്ക് ഇപ്പൊ എന്ത് പറ്റാൻ, എവിടെയാണ് പാളിയെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകോത്തരം നല്ല പ്രകടനം കാണിക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും എടുത്തിട്ടുണ്ട്. അതിപ്പോ ഇന്ത്യൻ പ്ലേയേഴ്സ് തന്നെ ഏകദേശം ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെ ഒരു 4 പേര് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കൺട്രീസിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും അവിടെ തന്നെ ബെസ്റ്റ് കളിക്കുന്ന പ്ലേയേഴ്സിനെ തന്നെ എടുത്തത്. ഒരു കോമ്പിനേഷൻ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഇത്ര നല്ല പ്ലേയേഴ്സിന് കിട്ടിയിട്ട് ഇനി എല്ലാവർക്കും തിളങ്ങാൻ അവസരം ഇപ്പൊ പൊസിഷൻ മാറ്റിയതാണോ? ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഏകദേശം ഒരു 4-5 ഓപ്പണിംഗ് പൊസിഷൻസ് തന്നെ മാറ്റി. അതിലാകെ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നത് റിക്കൾട്ട മാത്രമാണ്. ബാക്കി ബോളിംഗ് ആണെങ്കിൽ ശോകം, പഴയ ഫോം ബോൾട്ടിനില്ല. മുമ്പ് എടുത്ത ജോഫ്ര ആർച്ചർ ആണ് ഇപ്പൊ വൻ ഫോം. അപ്പോ എവിടെ പാളിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവില് ഒരു കോമ്പിനേഷൻ നിലവില് ടീമിന് വരുന്നില്ല. അത് പലരും പറയുന്നുണ്ട് ടീമിന്റെ തല്ലൂട്ടം അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ തല്ലൂട്ടം. അങ്ങനെ അവിടെ തന്നെ മുറിവുറുപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ക്യാപ്റ്റൻസികൾ മാറുന്നു. ഒരു ദിവസം ഹാർദിക് ആണെങ്കിൽ പിറ്റേ ദിവസം സൂര്യകുമാർ, പിന്നെ അതില്ലെങ്കിൽ പിന്നെ ജസ്പ്രീത് ബുംറ. അപ്പോ ടീമിന്റെ ഉള്ളിൽ തന്നെ ഒരു ഇഷ്യൂസ് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഏത് കാലത്തും സച്ചിയുള്ള കാലത്തും മുംബൈയിൽ ടോപ്പ് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോ പക്ഷെ അവിടെ നിന്നൊന്നും കപ്പ് കിട്ടാതെ വന്നത് രോഹിത് ശർമ്മ എന്നൊരു വ്യക്തി വന്നപ്പോഴാണ് കപ്പുകൾ നേടിക്കൊണ്ടിരുന്നത്. അപ്പോ അതുപോലെ ഒരു ക്യാപ്റ്റൻ ഇല്ലാത്തതാണ് പ്രശ്നം മുംബൈയുടെ. ഈ കപ്പെല്ലാം അടിപൊളി. ഇപ്പൊ ഹാർദിക് പാണ്ഡ്യ അല്ലല്ലോ, ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ അല്ലാത്ത ലാസ്റ്റ് 3 കളി ഹാർദിക് പാണ്ഡ്യ ആയിരുന്നല്ലോ ക്യാപ്റ്റൻ. ആ 3 കളി 2 കളി മുംബൈ ജയിച്ചു. അപ്പോ അതും ധംശാലയിലൊക്കെ 200 ചേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പോലും ആ ടീം നിന്നിട്ട് തിലക് വർമ്മ കളി ജയിപ്പിക്കേണ്ടായത്. അപ്പോൾ അതും പഞ്ചാബിനെതിരെ. അപ്പോൾ പഞ്ചാബിനെ പോലെ അത്രയും ഡൊമിനൻ്റ് ആയിട്ടുള്ള ടീമിനെതിരെ പോലും മുംബൈക്ക് ഏതൊരു വോട്ട് സിറ്റുവേഷനിൽ ജയിക്കാനായിട്ട് പറ്റും. അതിനുള്ള ടീം മുംബൈക്ക് ഉണ്ട്. പക്ഷെ മുംബൈയുടെ പ്ലേയേഴ്സ് അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഫീൽഡിങ്ങിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ പ്ലേയേഴ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് കളിക്കുള്ളത് തോന്നും. ഫീൽഡിൽ അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ. ഇപ്പോൾ ബുംറയുടെ ഒക്കെ ബോളിംഗ് നോക്കി കഴിഞ്ഞാൽ ബുംറയുടെ ഒരു ലെവലിനനുസരിച്ച് ബുംറ IPL മൊത്തം കളിച്ചിട്ടുള്ളത്. അതായത് IPL-നും 1 മാസം മുന്നേ വേൾഡ് കപ്പ് ഫൈനലിൽ വളരെ ബെസ്റ്റായിട്ട് ബോൾ ചെയ്ത് അവിടെ പ്ലെയർ ഓഫ് ദ മാച്ച് മേടിച്ചിട്ട് പിന്നീട് IPL-ലോട്ട് വരുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാന്ന് പറയുമ്പോൾ ശരിയാണ്. ഇപ്പോൾ പ്ലേയേഴ്സാണ്, ഫോം പോവൊക്കെ ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു മെന്റലി കമ്മിറ്റഡ് അല്ലാതെ കളിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ടീം പ്ലേയേഴ്സ്. ആൾക്കാർ കൂടി എല്ലാരും കളിക്കുമ്പോ നമുക്കും കളിച്ചാൽ മതി എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ ചില സമയം. ഇപ്പൊ ഹാർദിക് പാണ്ഡ്യ പോലത്തെ ഒരു പ്ലെയർ ആ ടീമിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ടീമിന്റെ ഒരു മൊത്തത്തിലൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ടീമിന്റെ ഉള്ളിലുള്ള ആ ഒരു ഹാർമണി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കളി. അടുത്ത സീസൺ ഹാർദിക് പാണ്ഡ്യനെ എവിടേക്കെങ്കിലും വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കളിക്കായിരിക്കും. എല്ലാരും ഹാർദിക് പാണ്ഡ്യനെയാണ് എന്താ പറയാ മോശമായിട്ട് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ കൊല്ലം ക്യാപ്റ്റൻ പുള്ളി തന്നെ അല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ സീസൺ വരുമ്പോ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ടീമിൽ ഇങ്ങനെ ഒരു കുഴപ്പങ്ങളുണ്ടാവും? കഴിഞ്ഞ കൊല്ലം 3ാം സ്ഥാനത്തേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫൈനൽ വരെ എത്തിയില്ല, ബട്ട് അതിന് മുന്നത്തെ കളി വരെ എത്തി. പക്ഷെ ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കോമ്പിനേഷന്റെ ഒരു ഇഷ്യൂസ് ഞാൻ കാണുന്നുണ്ട്. കോമ്പിനേഷൻസ് മാത്രമല്ല, ഫീൽഡിങ്ങിലുണ്ടാകുന്ന മുറിവുറുപ്പുകൾ. ഇപ്പോൾ ബുംറയ്ക്ക് വരെ അടി കിട്ടാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ മുംബൈ ഇന്ത്യൻസ് ഫാൻസ് തന്നെ ഭയങ്കരമായിട്ട് ഷോക്ക്ഡാണ്. കാരണം ഇപ്പോൾ ട്രോള് വന്നിരിക്കുന്നത് ഇങ്ങനെ വരരുതെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷെ ബുംറയ്ക്ക് വരെ ഓറഞ്ച് ആപ്പിൽ 5ാം സ്ഥാനം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു വെക്കുക.
12 കളിയിൽ നിന്ന് 477 റണ്ണാണ് വിട്ടുകൊടുത്തത്. എടുത്തതിന്റെ ആകെ 4 വിക്കറ്റും. ഇതൊന്നല്ല ബുംറയുടെ ഞങ്ങള് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് പോലും മുംബൈത്തെ പ്ലേയേഴ്സ് വളരെ മോശം, ഭയങ്കര മോശം, പോലും മോശം പ്ലേയിങ് ആണ്. അപ്പൊ അതൊരു കോമ്പിനേഷൻ മാത്രമല്ലല്ലോ, മൊത്തത്തിൽ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമില്ല. അതെ, കഴിഞ്ഞ വർഷം ഇപ്പൊ മുംബൈയുടെ ബാറ്റിംഗ് ഇപ്പൊ സൂര്യകുമാർ യാദവിന്റെ ഫോം വലിയ വർഷമാണ്. കഴിഞ്ഞ വർഷം സൂര്യകുമാർ യാദവിന്റെ ഫോം എടുത്തിട്ടില്ല സൂര്യകുമാർ. അപ്പൊ ആ സൂര്യകുമാർ യാദവിന്റെ ഫോം ഇപ്പൊ ബാറ്റിംഗ് എന്നാലും മാറ്റി വയ്ക്കാം. ബാറ്റിംഗിൽ ഇപ്പൊ റിക്കൾട്ടൺ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, തിലക് പെർഫോം ചെയ്യുന്നുണ്ട്, കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ പെർഫോം, നവംദർ പെർഫോം ചെയ്യുന്നുണ്ട്, രോഹിത് ശർമ്മ കിട്ടിയ കുറച്ച് കളി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ബാറ്റിംഗ് വലിയ കുഴപ്പമില്ല ഇപ്പൊ സൂര്യകുമാർ അതിന്റെ വൻ ഫോം ഔട്ട് ഉണ്ടെങ്കിൽ പോലും. പക്ഷെ ബൗളിങ്ങിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷവും ഈ ബുംറ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ടീമിൽ, അല്ലാതെ വേറെ ആരും അങ്ങനെ ഭയങ്കര പെർഫോമൻസ് ഒന്നും. ഇപ്പൊ അശ്വിനി കുമാറൊക്കെ ഒരു കളി മികച്ച പെർഫോമൻസ് കാഴ്ച ചോദിച്ചാൽ, പക്ഷെ ഈ വർഷത്തിലോട്ട് വരുമ്പോൾ ആ ബുംറയും ബൗളിങ്ങിൽ താഴെ പോവാണ്. പിന്നെ ബോൾട്ടിന് നല്ല രീതിക്ക് ബോൾട്ടിനെ കുറച്ച് കളി കളിപ്പിച്ചിട്ട് അവർ കയറ്റിയെടുത്തേണ്ട അവസ്ഥ വന്നു. പിന്നെ ബോളിംഗ് റൊട്ടേഷൻസ് അല്ലെങ്കിൽ ബോളിംഗ് ചേഞ്ചസ്, ഫീൽഡിലെടുക്കുന്ന തീരുമാനങ്ങൾ, അതൊക്കെ അമ്പേ പരാജയമാണ്. ഇപ്പൊ ഇമ്പാക്ട് പ്ലെയറെ യൂസ് ചെയ്യേണ്ട രീതി, അപ്പൊ അങ്ങനത്തെ കളികളിലൊക്കെ കുറച്ച് തോൽവിയുണ്ട്. ഇപ്പൊ ഷർദുൽ ഠാക്കൂറിനെ പോലത്തെ ഒരു പ്ലെയറെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റുന്നു. അപ്പോൾ മൊത്തത്തില് കുറച്ച് മിസ്റ്റേക്കുകൾ, ഇപ്പോൾ 1-2 ചെറിയ മിസ്റ്റേക്ക് മതി ഒരു കളി നോക്കാൻ. ആ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കളി ജയിക്കും. ഏത് ടീമിന്റെ കേസ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ കുറവായിരുന്നു, ഈ വർഷം അത് കൂടി. ഇപ്പം എല്ലാ കളികളും ചെറിയ ചെറിയ മാർജിനിലൊക്കെ മുംബൈ തോറ്റുപോയതാണ്. ഇപ്പോൾ 1-2 ചെന്നൈക്കെതിരെയൊക്കെ തോറ്റാ വലിയ തോൽവി ഒഴിച്ചു കഴിഞ്ഞാൽ മിക്ക കളിയും ജയിക്കാറുന്ന കളികൾ തോറ്റതൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ എന്താണ്, പാണ്ഡ്യനെ ഒഴിവാക്കാനാണോ നിങ്ങളുടെ തീരുമാനം? ഈ സീസൺ അവസാനിക്കുമ്പോൾ പാണ്ഡ്യനെ ഒഴിവാക്കിയ അടുത്ത സീസൺ ഞങ്ങൾ ബെറ്റർ ആവും തോന്നുന്നുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫീൽഡിങ്ങിന്റെ ആണെങ്കിലും പിന്നെ പ്ലെയേഴ്സ് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ആണെങ്കിലും അത് പോയി കഴിഞ്ഞാൽ തന്നെ എത്ര വലിയ ടീം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിലാണെങ്കിലും 3 മത്സരങ്ങളിലാണെങ്കിലും ആ ഒരു കോർഡിനേഷൻ ഞാൻ കണ്ടു. പഴയ രീതിയിലുള്ള മുംബൈ ഇന്ത്യൻസിനെ ഞാൻ കണ്ടു. അതിൽ ബുംറ ആയാലും സൂര്യകുമാർ യാദവ് ആണെങ്കിലും അവർ തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവർക്ക് അവരുടേതായ കളിയിൽ കളിച്ചോ എന്നുള്ള രീതിയിൽ. അതേസമയം ഒരു ആധിപത്യം പറയുന്ന രീതിയിൽ ഞാൻ ഹർദിക്ക് കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഒരുപക്ഷെ ഒരു ഫ്രീനെസ് ആയിട്ട് കളിക്കാനും പിന്നെ ക്യാപ്റ്റൻസി മാറണ്ടാവും നന്നാവുക. കാരണം ഇത്ര നല്ലൊരു ടീമിനെ കിട്ടിയിട്ടും ഇമ്പാക്റ്റ് പ്ലെയറെ ശരിക്കും ഉപയോഗിക്കാൻ അറിയാതെയും ഇങ്ങനെ കുറേ മിസ്റ്റേക്സുകൾ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട് ഹർദിക് പാണ്ഡ്യയുടെ സൈഡിൽ നിന്ന്. പക്ഷെ ഇനി ചെയ്യാൻ പറ്റുന്നത് ഹർദിക് പാണ്ഡ്യ സ്വയം മാറി നിന്ന് വേറെ ആൾക്കാരെ ക്യാപ്റ്റൻസി കൊടുത്ത് ടീമിന്ന് ഔട്ട് ആവണമെന്നൊന്നും ഞാൻ പറയുന്നത്. ഹർദിക് പാണ്ഡ്യയുടെ കാലിബർ എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഹർദിക് പാണ്ഡ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇന്ത്യൻ ടീമിൽ. സോ ഹർദിക് പാണ്ഡ്യക്ക് ഒരു പക്ഷേ ഈ ക്യാപ്റ്റൻസി തലയിൽ വെച്ചുകൊണ്ടാണോ അതോ പുള്ളിക്കാരൻ മെന്റൽ പ്രഷർസ് ഉള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ചിലർക്ക് പുള്ളിക്കാരനെ പോലെ ഒരു ജൂനിയർ ആളിനെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസി ഫേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവുക. അത് ഓരോരുത്തരും ഓരോ രീതിയാണെങ്കിലോ. ഇപ്പോൾ രോഹിത് ശർമ്മയുടെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു ടീം ഇതിനും മോശമുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. അതും 7 കളിയിൽ നിന്ന് 5 കളി അടുപ്പിച്ച് പൊട്ടിയിട്ടും കപ്പ് കിട്ടിയ ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത പല മത്സരങ്ങളും ജയിച്ച ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ മുംബൈയുടെ കളി കാണുമ്പോൾ തോക്കും എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 4 വിക്കറ്റ് പോയി കഴിഞ്ഞാലും അടിയിൽ പൊളാർഡ് ഉണ്ട്, അല്ലെങ്കിൽ ഹർദിക് പാണ്ഡ്യ ഉണ്ട്, അവരൊക്കെ എങ്ങനെയും ജയിപ്പിച്ചോളൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വൺ ഡേ വണ്ടർ കളിച്ചോളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാം തകർന്ന അവസ്ഥയാണ്. പിന്നെ പോരാത്തതിന് തന്നെ കഴിഞ്ഞ ഓപ്ഷൻ ഞാൻ കണ്ടത് ഞാൻ വീണ്ടും എടുത്തു നോക്കി. ഓപ്ഷൻ എടുത്തു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് RCB വിളിച്ചിരുന്ന 3 പ്ലെയേഴ്സ്, അത് ഹേസൽവുഡ്, പിന്നെ ഭുവനേശ്വർ കുമാർ, പിന്നെ റമേറി ഷെപ്പേർഡ്, ഈ 3 പ്ലെയേഴ്സിനും മുംബൈ അവസാനം വരെ വിളിച്ചിട്ടുണ്ട്. അവർക്കൊരു പക്ഷെ പ്രതീക്ഷ ഉണ്ടായിരിക്കാം ഈ പ്ലെയേഴ്സ് നന്നായി തിളങ്ങുമെന്ന്. പക്ഷെ അവസാനത്തെ ബിഡ് RCBക്ക് പോയി മാത്രം. അവരാണ് ഏറ്റവും നല്ല ബോളിംഗ് പെർഫോമൻസും ഞാൻ കണ്ടതിൽ വെച്ചിട്ട്, ഈ ഒരു സമയം കണ്ടതിൽ വെച്ചിട്ട്. പിന്നെ ബോൾട്ടിന്റെ ഫോമില്ലായ്മ, പിന്നെ കൃത്യമായിട്ട് ബോളേഴ്സ് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥ, അതൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ ഒരാൾ ക്യാപ്റ്റൻസി മാറണം. പഴയ ചെന്നൈ ഫാൻസ് എന്ന രീതിയിൽ എങ്ങനെയാണ് കാണുന്നത് മുംബൈ? പാണ്ഡ്യാണെന്ന് എനിക്ക് തോന്നിയ മെയിൻ പ്രശ്നം. എനിക്ക് തോന്നുന്നത് അത് ഒരാളെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി മാത്രം മുംബൈ ഫാൻസ് കണ്ടുപിടിച്ചൊരു പേരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പോൾ നമ്മളൊരു ടീം ഒന്നുമല്ലാത്തൊരു ടീം കപ്പടിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റന് നമ്മൾ എങ്ങനെയാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്? അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു ടീം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് 2 വശമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ടീമിനെ കപ്പ് അടിക്കുമ്പോൾ ചിലപ്പോൾ ആ ക്യാപ്റ്റന്റെ ബാറ്റിംഗ് പെർഫോമൻസ്, ബോളിംഗ് പെർഫോമൻസ് ചിലപ്പോൾ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല. പക്ഷെ കപ്പടിക്കുമ്പോൾ ക്യാപ്റ്റന് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ടീം മോശമായിട്ട് പോയാലും. ഇപ്പോൾ ഒരു സിനിമ നന്നാകുമ്പോൾ ഇപ്പോൾ ഡയറക്ടറെ പറയുന്ന പോലെയാണ്,
അപ്പോൾ അതേ കണക്ക് തന്നെയാണ്. ക്യാപ്റ്റന് നല്ല റോളുണ്ട്. അത് വിജയത്തിലായാലും പരാജയത്തിലായാലും. ഹാർദിക് പാണ്ഡ്യയുടെ കേസ് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ മുംബൈ ഇന്ത്യൻസിന്റെ സ്കൗട്ടിങ് അത് എല്ലാവരും എടുത്ത് പറയുന്ന കേസിനാണ്. കിഷൻ പാണ്ഡ്യ ബ്രദേഴ്സ്, ബുംറ, തിലക്, അങ്ങനെ വമ്പം പ്ലെയേഴ്സൊക്കെ സ്കൗട്ടിങ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിട്ടുള്ളൊരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ആ മുംബൈ ഇന്ത്യൻസിന്റെ ഈ വർഷത്തെ പേസ് ബോളറായിട്ട് അവർ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലെയറാണ് കൃഷ് ഭഗത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കൃഷ് ഭഗത്തിന്റെ ഡൊമസ്റ്റിക് സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 10 കളി പോലും ഇല്ല, T20 മാച്ചസ് ഇല്ല, അങ്ങനെ 10 കളി പോലും ഇല്ല. അപ്പോൾ പുള്ളി അവിടെ ഏതൊരു മിനിസ്റ്ററുടെ റിലേറ്റീവാണ്, ഒരു ബിസിനസ്സുകാരൻ്റെ മകനാണ്. അപ്പോൾ എന്താണ് ആ ഒരു പ്രിവിലേജിൽ മുംബൈ ഇന്ത്യൻസ് ടീമിൽ കളിക്കുക എന്ന് പറയുമ്പോൾ ടാലൻസിനെ കണ്ടെത്തി കളിപ്പിച്ചിരുന്ന ടീം അവർ ഇത്തരത്തിലുള്ള പ്ലെയേഴ്സിന്, അതായത് ഇൻഫ്ലുവൻസിലായ പ്ലെയേഴ്സിനെ അവരുടെ സ്ഥാനത്ത് കളിപ്പിക്കും. അപ്പോൾ അതൊക്കെ കൃഷ് ഭഗത്തിന്റെ ആ ഒരു പെർഫോമൻസ് കണ്ടല്ലോ നമ്മൾ ചെന്നൈക്കെതിരെ. ചെന്നൈ ആ ഒരു സ്കോറിലോട്ട് എത്താനായിട്ട് പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. അതുപോലെ ഇപ്പോൾ അങ്ങനെ മുംബൈ ഇന്ത്യൻസിന് ഓപ്പണിംഗ് ഇറങ്ങി വേറൊരു പ്ലെയർ ഉണ്ടായിരുന്നു, ദിവേഷ് മലവാറോ എന്നൊരു പേരാണ്. അപ്പോൾ ഈ പ്ലെയേഴ്സിന്റെ ഒക്കെ ഡൊമസ്റ്റിക് ഇവരെങ്ങനെ കണ്ടെത്തിയതാണ് അറിയാൻ പാടില്ല. അതായത് ഇത്രയും നല്ല സ്കൗട്ടിംഗ് ഉള്ള ടീമാണെന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ മറ്റുള്ള ടീമിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാത്ത പ്ലെയേഴ്സിന്റെ അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് അവരെ ടീമിലോട്ട് എത്തിക്കുന്ന മുംബൈ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മുംബൈ ഇന്ത്യൻസിലാണ് കളിച്ചിരുന്നെങ്കിൽ നിതീഷ് റാണ ഇന്ന് ഇന്ത്യൻ ടീമിലെ ഒരു ടോപ്പ് പ്ലെയറായിട്ട് മാറിയിട്ടുണ്ടാവും. നിതീഷ് റാണ മുംബൈ ഇന്ത്യൻസിലാണ് കളിച്ചിരുന്നെങ്കിൽ. പക്ഷെ ആ സ്ഥാനത്ത് അവിടെ കൊൽക്കത്തയിൽ നിന്ന് സൂര്യകുമാർ യാദവ് ഇങ്ങോട്ട് വന്നതോടുകൂടി സൂര്യകുമാർ യാദവിൻ്റെ ഒരു റേഞ്ച് മാറി. സൂര്യകുമാർ യാദവിന് പറ്റിയ പൊസിഷൻ കൊടുത്തു, അദ്ദേഹം ഒരു ലെജൻഡറി പ്ലെയറായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞ് അവരെ കളിപ്പിക്കുന്ന ഒരു ടീമായിരുന്നു. ആ ടീമിലാണ് ഇത്തരത്തിലുള്ള മോശം സ്കൗട്ടിങ് അല്ലെങ്കിൽ മോശം യങ്സ്റ്റേഴ്സ് ഡെബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭേദമാണ്. നമ്മുടെ കയ്യിൽ കാർത്തിക് ശർമ്മ ആയാലും പ്രശാന്ത് നീർ ആയാലും അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഉർവിൽ പട്ടേൽ അല്ലെങ്കിൽ ഇപ്പോൾ ആയുഷ് മാത്രമൊക്കെ പൊട്ടൻഷ്യൽ പ്ലേയേഴ്സാണ്. മുംബൈ ഇന്ത്യൻസ് ഈ സിനിമയിലൊക്കെ മറ്റേ ബോളിവുഡിൽ ചെയ്യുന്ന പോലെ നെപ്പോ കിഡ്സിനെ പിടിച്ച് മുംബൈ ഇന്ത്യൻസ് ടീമിലിടാൻ പറയുമ്പോൾ അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അത്രയും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കൗട്ടിംഗ് ഉള്ള ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ആ മുംബൈ ഇന്ത്യൻസ് ലീഗ് പ്ലേയേഴ്സ് കളിക്കാൻ പറയുമ്പോൾ ഷോക്കല്ലേ. അപ്പൊ ഇനി മുംബൈ അടുത്ത സീസണിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള നമ്മുടെ IPL പറ്റി ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പൊ IPL തുടക്കത്തിൽ പറഞ്ഞ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ടീം ഏതാണ്ട് കപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കാണ്, ഏത് ടീം വേണമെങ്കിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇപ്പത്തെ IPL? എന്റർടൈൻമെന്റ് ആണോ? ആദ്യം 7 കളി നമ്മള് പഞ്ചാബിന് ഇങ്ങനെ വാനോളം പുകഴ്ത്തി വന്നു. പിന്നീടുള്ള അടുത്ത 7 കളിയിലും അടുത്ത കഴിഞ്ഞ കളികളിലൊക്കെ 5 കളി അടുപ്പിച്ച് പൊട്ടുകയും ചെയ്തു. ശ്രേയസേനെ ക്യാപ്റ്റൻ ആക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് വന്നിരുന്നു. ഇപ്പൊ അതൊക്കെ തണുത്തു. ഇപ്പൊ അതൊക്കെ തണുത്തു. ഇപ്പൊ വേണ്ട ഇപ്പൊ സഞ്ജുവിനാക്കണമെന്നായി. അല്ല, കാലം തെളിയിക്കും ഓരോ ടീംസുകളുടെ അവസ്ഥ. ഇപ്പൊ പഞ്ചാബിന്റെ കേസ് പറയുമ്പോൾ ഞാൻ IPL ഹിസ്റ്ററിയിൽ എന്തെങ്കിലും തോൽവി അറിയാതെ ഫസ്റ്റ് ബേസ് പൂർത്തിയാക്കുക എന്നൊക്കെ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. പക്ഷെ ആ സമയം തന്നെ പഞ്ചാബിന് ബോളിംഗ് എക്സ്പോസ് ആയിട്ടുണ്ട് പല കളികളിലും. ഇപ്പോൾ ഡൽഹിക്കെതിരെ 260 ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ 260 അവിടെ കൺസീഡ് ചെയ്തല്ലോ ഡൽഹിക്കെതിരെ. അപ്പോൾ ആ ഒരു ബോളിംഗ് എക്സ്പോസ് ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. പക്ഷെ അവരുടെ ബാറ്റിംഗ് യൂണിറ്റ് അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയതുകൊണ്ട്. പക്ഷെ സെക്കൻഡ് ഫേസിലോട്ട് വന്നപ്പോൾ ഡിഫെൻഡ് ചെയ്യേണ്ട കളികൾ വന്നു, ചേസ് ചെയ്യുമ്പോൾ ഏർലി വിക്കറ്റ്സ് പോകുന്നു, പവർ പ്ലേയിൽ പാർട്ണർഷിപ്പ് വരാതെ ശ്രേയസ് അയ്യറിന് പ്രഷറായി. ശ്രേയസ് അയ്യറിന് കളിക്കാൻ പറ്റില്ല. പിന്നെ ശശാങ്ക് സിംഗ് കളിക്കുന്നില്ല, അതുപോലെ നെഹൽ വധീര കളിക്കുന്നില്ല. പല ഷെഡ്ജ് വന്നു, ഓക്കെ അദ്ദേഹം കളിച്ചു. പക്ഷെ ശശാങ്ക് സിംഗ് ബാറ്റിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ജാൻസൺ ബാറ്റിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 2 പ്രശ്നങ്ങൾ. പിന്നെ ശ്രേയസ് അയ്യർക്ക് ഇങ്ങനെ എല്ലാ കളിയും നല്ല രീതിയിൽ കളിക്കാനില്ല. അപ്പോൾ ഇതൊക്കെ കൂടി വന്നപ്പോൾ പഞ്ചാബിന്റെ ബാറ്റിങ്ങിനും ചെറിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ ബോളിംഗ് നല്ല രീതിക്ക് പാടാൻ തുടങ്ങി. ബോളിങ്ങിൽ ഒരു രക്ഷയില്ല. ചഹലാണ് പിന്നെയൊക്കെ ആ ടീമിൽ കുറച്ചുകൂടിയും എഫക്റ്റീവായിട്ട് ബോൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ചഹലിന് വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. അദ്ദേഹം ക്യാച്ച് കൊടുക്കുന്ന ബോള് ഫീൽഡേഴ്സ് പിടിക്കുന്നില്ല. അപ്പൊ അത്രയധികം ക്യാച്ച് ഡ്രോപ്പുകളൊക്കെ വരുന്നു. അപ്പൊ മൊത്തത്തില് ബോളേഴ്സിന്റെ തന്നെ മടുക്കുമല്ലോ. അടുപ്പിച്ച് 2 ക്യാച്ചൊക്കെ ഒരു ബോളറെ വിട്ട് കഴിഞ്ഞാൽ അയാൾ പിന്നെ എന്ത് കോൺഫിഡൻസിൽ അടുത്ത ബോൾ അറിയാം. അപ്പൊ അങ്ങനെ തോറ്റ് ഇപ്പോ സെക്കൻഡ് ബേസിൽ ഒരു കളി പോലും ജയിക്കാൻ പറ്റിയില്ല 7 കളികൾക്ക് ശേഷം. അപ്പോ സർപഞ്ച് സാറിന് മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് സീരിയസ് ആവണം. കാരണം ക്യാച്ച് വിടുക എന്ന് പറഞ്ഞാൽ ഫണ്ണല്ല ഗ്രൗണ്ടിൽ. അത് നമ്മളിപ്പോ ജയിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ അവർക്ക് ഒരു ബോൾ 100 റൺ അടിക്കണം. ആ ലാസ്റ്റ് ബോളിലെ ക്യാച്ച് നമ്മൾ സിമ്പിളായിട്ട് വിട്ടാലും അത് ഡ്രോപ്പ് സിമ്പിളായിട്ട് എടുക്കേണ്ട കാര്യമല്ല. അപ്പൊ അടുത്ത കളിയിൽ ആ ഒരു ഇതുണ്ടാവും. അപ്പൊ എന്തായാലും അടുത്ത കളി ഇനിയിപ്പോ പഞ്ചാബിന്റെ അടുത്ത കളി RCB ആയിട്ടാണ്. ഈ RCB ആയിട്ടുള്ള കളി പഞ്ചാബ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ പഞ്ചാബിന്റെ കയറേണ്ട കാര്യം തീരുമാനം ഏകദേശം പ്രശ്നങ്ങളാവും.
അപ്പൊ എന്തായാലും നോക്കാം ഇനി എങ്ങനെയായിരിക്കും ലാസ്റ്റ് ത്രില്ലിങ് ഒരു സമയത്ത് 7 കളിയൊന്നും 1 കളി ജയിച്ചാൽ പ്ലേ ഓഫിക്ക് കിടക്കും പറഞ്ഞ ടീമായിരുന്നു. ഇപ്പൊ ആ ഒരു കളി ജയിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്തായി ചെന്നൈ കയറും സെമിയിലേക്ക്? കേറില്ല, ചെന്നൈ കേറില്ലടാ. കാരണം ചെന്നൈ കേറണം എന്ന് പ്രകൃതി പോലും എതിരാണെന്ന് പറയണ പോലെയാണ്. കാരണം ഒരു ടീമിന് ഇത്രയും അധികം ഇഞ്ചുറീസ് ഒരു സീസണിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക പറയുമ്പോൾ ആ ടീമിന്റെ നമ്മളൊരു ഇഞ്ചുറി റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇഞ്ചുറി അങ്ങനത്തെ ഒരു ടീം ഉണ്ടായിരിക്കും. എല്ലാ ടീമിനും അങ്ങനത്തെ ഒരു മെഡിക്കൽ ടീം ഉണ്ടായിരിക്കും, ഫിറ്റ്നസിന്റെ ഒരു ടീം ഉണ്ടായിരിക്കും. അപ്പം അവരുടെ ഒരു എത്രത്തോളം വീക്കായിട്ടാണ് അവര് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് തെളിവാണ്. ഇത്രയധികം പ്ലേയേഴ്സിന് ഇഞ്ചുറി വരിക എന്ന് പറഞ്ഞാൽ അത് നോർമലല്ല. അശ്വിൻ്റെ ആ ഒരു വീഡിയോയിൽ അശ്വിൻ പറയുന്നുണ്ട് ഇത് നോർമലല്ല, ഇനിയും ചിലപ്പോൾ ഏതെങ്കിലും പ്ലേയേഴ്സിന് ഇഞ്ചുറി വരാമെന്ന്. കാരണം ഒരു IPL സീസണിൽ ഇത്രയും പ്ലേയേഴ്സിന് ഇഞ്ചുറി വരുന്നു, അതും ഓവർടൺ ഇഞ്ചുറി ഒന്ന് ഓർഡർ റൂൾഡ് ഔട്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പ്രതീക്ഷ പോയിരുന്നു. കാരണം ആ ടീമിന് വേണ്ടി അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അതും ബോളിങ്ങിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ആ 6 ബോളും ഓവറിന് മേ ബി അടി കിട്ടാൻ ചിലപ്പോൾ ഓവറിൽ ഒരു 10-15 റൺസ് കിട്ടിയെന്ന് നോക്കിയാൽ, പക്ഷെ 6 ബോളും പുള്ളി എറിയുന്നൊരു എഫേർട്ട് ഉണ്ട്. അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കൂടെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ ഒരു എഫേർട്ട് ആ പ്ലെയർ ആ ടീമിന് ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ എഫേർട്ട് ഇടുന്ന ഒരു പ്ലെയർ പോയി കഴിയുമ്പോൾ തന്നെ ടീമിനെ മൊത്തത്തിൽ മാനസികമായിട്ട് അതൊരു ഇതാവും. എതിർ ടീമിന് ഒരു മെന്റൽ ആയിട്ടുള്ള ഒരു ഇത് കിട്ടും, ഡൊമിനേഷൻ കിട്ടും. അതിന്റെ ഒരു റിസൾട്ടാണ് LSG-ക്കെതിരെ. LSG-ക്കെതിരെ കണ്ടില്ലേ അൻഷുൽ കാമ്പച്ചൊക്കെ എത്ര അടിപൊളിയായിട്ട് ബോൾ ചെയ്തിരുന്ന അടികൊണ്ട് 4 എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ എന്താ ഇനിയിപ്പോ തല വരുവോ? തല ഇല്ലാതെ കളിക്കിറങ്ങാതെ വീമ്പിക്കോ? ധോണിനെ നിങ്ങള് കാത്തിരിക്കണ പോലെ ധോണി എവിടെ? അതെനിക്ക് അവർക്ക് IPL ഫ്രാഞ്ചൈസി മൊത്തം അവർക്ക് ഒരു 50 കോടി കൊടുത്തിണ്ടാവും ധോണിക്ക്. ഞാൻ ഒരു ഇത് പറയാ പൈസ ഇത്ര കൊടുത്തിണ്ടാവും, എന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും ധോണി ഇന്ന് വരും നാളെ വരും. അപ്പൊ ടിക്കറ്റ്സ് വിറ്റ് പോവില്ലോ. അതായിരിക്കും ധോണി എവിടെയെന്നുള്ള ചോദ്യം പോലും ഇല്ല. ഒരു ടിക്കറ്റ് സ്ട്രാറ്റജി ആയിരിക്കും ഇതൊക്കെ. എന്നും വരുമെന്ന് ഇപ്പോൾ എല്ലാ മാച്ചിലും പറയും, വരും അടുത്ത് വരും. നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോ കഴിഞ്ഞ വർഷം വരെ ആ ടീം എന്ന് പറഞ്ഞാൽ ധോണി എന്ന് പറയുന്ന ഒരു പ്ലെയറെ നോക്കിയിട്ട് മാത്രം ആൾക്കാർ വരുന്ന സ്ഥാനത്ത് ഇന്ന് അടുത്ത കളി ധോണി ഉണ്ടാവില്ല എന്ന് ഏകദേശം സാധാരണ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പൊ ഇന്നത്തെ ദിവസം ഒരു കളി നടക്കുന്നു, ചെന്നൈ മികച്ച പെർഫോം ചെയ്ത് ഇന്നത്തെ കളി ജയിച്ചു. അടുത്ത കളി ആ ടീമിലോട്ട് ധോണി വരണം എന്ന് സാമാന്യ ബോധമുള്ള ആരും ആഗ്രഹിക്കില്ല. കാരണം ടീം കോമ്പിനേഷൻ പൊളിയും. അപ്പോൾ അവരെ അടുത്ത കളി ധോണി ഇല്ലാതെ കാണാൻ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇപ്പൊ ധോണിക്ക് അറ്റ്ലീസ്റ്റ് വേണ്ടത്. കാരണം ധോണിനെ തന്നെ നോക്കിയിട്ട് ഒരിക്കലും ആൾക്കാർ ആ ടീമിനെ സപ്പോർട്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് ഇപ്പൊ സഞ്ജു സാംസൺ വരുന്നു. അപ്പൊ സഞ്ജുവിനെ അവര് ആ ഒരു ഐക്കൺ പോലെ ആ ടീമിന്റെ ഒരു ഫേസ് ആയിട്ട് അവര് കാണാൻ തുടങ്ങി. അപ്പൊ അത് ടീം മാനേജ്മെന്റ് മനസ്സിലാവുന്നു, ധോണിക്ക് മനസ്സിലാവുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. എനിക്ക് തോന്നുന്ന അടുത്ത കളി SRH ആയിട്ട് മിക്കവാറും തോക്കും. LSG ആയിട്ട് ജയിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ SRH ആയിട്ട് ചെപ്പോക്കിൽ ചെന്നൈ ജയിക്കുമെന്ന്. പക്ഷെ LSG ആയിട്ട് തോറ്റു, ടീമിന്റെ മൊത്തത്തിലുള്ള ഒരു ബാലൻസ് പോയി കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത കളി SRH ആയിട്ട് ജയിക്കുന്ന പ്രതീക്ഷയില്ല. SRH ആയിട്ട് തോറ്റു കഴിഞ്ഞാൽ ടീം കയറാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഗുജറാത്തായിട്ട് അഹമ്മദാബാദിൽ മിക്കവാറും ധോണി ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അഹമ്മദാബാദാണ് ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ട് ആണ്. അവരവിടെ നല്ല കിഡിലൻ പേസ് പിച്ചാണ് ഉണ്ടാക്കി വിടുക. അവിടെ ഒന്നും പന്ത് കാണാൻ പോലും പറ്റില്ല. അപ്പൊ മിക്കവാറും അവിടെ ഇറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്ത കളി തോറ്റ ഇനിയിപ്പോ അടുത്ത കളി എങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ കളി ധോണി ഇറങ്ങാനും ചാൻസ് ഇല്ല. നിങ്ങള് രണ്ടുപേരും തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ഇനിയുള്ളൊരു നമ്മള് നിങ്ങൾക്ക് അല്ലല്ല ഞങ്ങൾക്കിപ്പോ ചാൻസ് ഉണ്ടല്ലോ. അവിടെ ഞങ്ങളുടെ ഫസ്റ്റത്തെ 3 കളി തോറ്റ് ലാസ്റ്റ് സീസണിന്റെ അതേ അവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞ സ്ഥാനത്ത് പിന്നെ അതിന്റെ മുകളിൽ ഇഷ്ടംപോലെ ഇഞ്ചുറീസും വന്ന് ടീം മൊത്തത്തിൽ ഇങ്ങനെ ഡൗൺ ആയിട്ടുള്ള ടൈമിൽ പോലും ചെന്നൈ ഒരു ഘട്ടത്തില് RCBക്കും അല്ലെങ്കിൽ പഞ്ചാബിനൊക്കെ 6 റേഞ്ച് പോയിന്റിൽ എത്തിയില്ലേ. അതായത് ഇപ്പൊ പഞ്ചാബിന് വിജയാണോ നീ പറയുന്നത്? ഇത്രയധികം അതൊന്നുമില്ലല്ലോ, നമ്മള് കപ്പിന് വേണ്ടിട്ട് തന്നെ എല്ലാവരും കളിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഒരു 13 പോയിന്റുള്ള പഞ്ചാബും 12 പോയിന്റുള്ള CSKയും തമ്മിൽ ഒറ്റ പോയിന്റ് വ്യത്യാസമുള്ളൂ. അതിങ്ങനെ വന്നത് ലീഗ് കോമ്പറ്റീഷൻ ആയ കാരണമല്ലോ. നിങ്ങളുടെ വിജയം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ അതിപ്പോ കപ്പടിച്ചാൽ തന്നെ എടുക്കുള്ളൂ. പക്ഷെ ഈ ടീമിന് ഒരു തിരിച്ചു വരാനുള്ളൊരു സ്പിരിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ടീമിന് വിജയിക്കാനുള്ളൊരു കഴിവുണ്ട്. ഈ ടീം അടുത്ത സീസണിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസും പ്രത്യേകിച്ച് കോച്ചിങ് സ്റ്റാഫില് നല്ല ചേഞ്ചസ് മൊത്തത്തിലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. പക്ഷെ RCB 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് നീ ഇത് പറയണത് കേട്ടോ, നിങ്ങളുടെ ചെന്നൈ ബെറ്റർ ആണെന്ന്. RCB കമ്പയർ ചെയ്ത് ബെറ്റർ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ് RCB കപ്പടിക്കോ? എനിക്ക് സാധ്യത SRHനെ വന്ന്. എനിക്ക് സമ്മതിക്കാൻ മനസ്സിലാതെയാണോ? ഇല്ല, RCB അല്ല, SRHല് ഞാൻ ടോട്ടലി നോക്കുമ്പോ ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും നല്ല ഡെപ്ത് ഉണ്ട് അവർക്ക്. RCB മോശമൊന്നല്ല ഞാൻ പറയണേ, പിന്നെ അതൊരു ലക്ക് ഫാക്ടർ ആണ് ഉണ്ട്. പക്ഷെ കുമിൻസ് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കുമിൻസ് വന്നോടും പിന്നെ ക്ലാസ്സിലാണെങ്കിൽ ഫോം ഔട്ടും എല്ലാം നന്നായി കളിക്കണുണ്ട്. ഇവരെങ്ങനെ
ബാറ്റിംഗ് പ്രകടനമൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഈശാൻ മലിംഗനും ഞാൻ ബോളിംഗ് പ്രകടനത്തിലും കാണുന്നുണ്ട്. ഇവർക്കൊക്കെ എനിക്ക് SRH ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ RCBയുടെ കേസസിൽ കുഴപ്പമില്ല. RCB എടുക്കുന്നില്ല. RCB ഭയങ്കര അടിപൊളിയായിട്ടാണ് സത്യം പറഞ്ഞാൽ കളിക്കുന്നത്. എനിക്ക് ആ മുംബൈക്ക് എതിരെയുള്ള കളി, കൃണാൽ പാണ്ഡ്യ മാച്ച് വിന്നർ ആണെങ്കിൽ പോലും കൃണാൽ പാണ്ഡ്യ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഗംഭീരമായിട്ട് കളിക്കുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ മാച്ച് വിന്നേഴ്സിനെ എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഓരോ കളിയിൽ ഓരോ മാച്ച് വിന്നേഴ്സ് ആയിട്ട് ഉണ്ടാകും. ചെന്നൈക്ക് ഞങ്ങൾക്ക് മാച്ച് വിന്നേഴ്സ് 2-3 പേരൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തായാലും നമ്മുടെ ചെന്നൈ ആൻഡ് മുംബൈ ഫാൻസിന്റെ വെടി തീർന്നിരിക്കുകയാണ്. അപ്പൊ അവര് പ്രതീക്ഷ അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്കാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ പ്ലേ ഓഫ് കിട്ടുന്ന ടീമും എന്താ പറയാ കപ്പടിക്കുന്ന ടീമൊക്കെ നിങ്ങളൊന്ന് പ്രൊഡിക്റ്റ് ചെയ്യുക നമ്മുടെ കമന്റ് ബോക്സിൽ. അപ്പൊ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.